ക്രൂശിനടിയിൽ ഒരു കുടുംബം ജനിക്കുന്നു. പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, ഇന്ന് ആളുകൾ എല്ലാത്തിനും ഇൻഷുറൻസ് എടുക്കുന്നു. ആരോഗ്യം, വീട്, കാർ, മൊബൈൽ ഫോൺ പോലും. ആളുകൾ സുരക്ഷിതത്വം ആഗ്രഹിക്കുന്നു. എന്നാൽ ക്രൂശിന്മേൽ യേശു തന്നത് ഏറ്റവും വലിയ ദൈവിക ഇൻഷുറൻസ് ആണ്. തന്റെ അവസാന നിമിഷങ്ങളിൽ യേശു തന്റെ മക്കൾ ഒരിക്കലും ഏകരായി വിട്ടുപോകരുതെന്ന് ഉറപ്പാക്കി. അവൻ നമുക്ക് ഒരു മാതാവിനെ തന്നു, ഒരു സഭയെ തന്നു, ഒരു കുടുംബത്തെ തന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ നാം ക്രൂശിനടിയിൽ മറിയം, മഗ്ദലേന മറിയം, പ്രിയ ശിഷ്യൻ യോഹന്നാൻ എന്നിവരോടൊപ്പം നിൽക്കുന്നു. വേദനയുടെ നടുക്ക് യേശു തന്റെ മാതാവിനെ നോക്കി പറയുന്നു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. പിന്നീട് യോഹന്നാനോട്, ഇതാ നിന്റെ മാതാവ്. ഇത് ഒരു മരണാസന്നനായ മകൻ തന്റെ മാതാവിന്റെ കാര്യം ക്രമപ്പെടുത്തുന്ന വാക്കുകൾ മാത്രമല്ല, യേശു ഇവിടെ ഒരു വലിയ കാര്യം ചെയ്യുകയാണ്. ക്രൂശിന്മേൽ അവൻ ഒരു പുതിയ ആത്മീയ കുടുംബത്തെ, സഭയെ സൃഷ്ടിക്കുകയാണ്. മറിയം സഭയുടെ മാതാവായി മാറുന്നു. നാം എല്ലാവരും ക്രിസ്തുവിലെ സഹോദരീ സഹോദരന്മാരാകും. സുവിശേഷം പറയുന്നത് പോലെ യേശുവിന്റെ വശത്ത് നിന്ന് രക്തവും ജലവും ഒഴുകി. പുരാതന സഭാപിതാക്കന്മാർ ഇതിൽ സഭയുടെ ജനനവും ജ്ഞാനസ്നാനവും യൂക്കറിസ്തിയും ഉൾപ്പെടുന്ന രഹസ്യം കണ്ടു. നാം ഒരുമിച്ചിരിക്കുന്നത് സൗഹൃദത്താലോ സംസ്കാരത്താലോ മാത്രമല്ല, ക്രിസ്തുവിന്റെ ജീവനാൽ തന്നെ. ഒരു യഥാർത്ഥ കുടുംബത്തിൽ ആരും ഏകനായി വേദനിക്കരുത്. അതുകൊണ്ടാണ് സഭ ദുർബലരെയും ഏകരെയും ദരിദ്രരെയും സംശയിക്കുന്നവരെയും മുറിവേറ്റവരെയും പ്രത്യേകം പരിചരിക്കേണ്ടത്. ക്രൈസ്തവത്വം ഒരു വിശുദ്ധ ക്രൗഡ് ഫണ്ടിംഗ് ആണ്. പ്രാർത്ഥനയിലൂടെയും ത്യാഗത്തിലൂടെയും ദയയിലൂടെയും സ്നേഹത്തിലൂടെയും ജീവിതയാത്രയിൽ നാം പരസ്പരം താങ്ങി നിൽക്കുന്നതാണ്. ഒരിക്കൽ ഒരു യുവതി എന്നോട് പറഞ്ഞു, ഫാദർ, ഞാൻ യേശുവിനെയും യൂക്കറിസ്തിയെയും സ്നേഹിക്കുന്നു. പക്ഷേ മറിയത്തോടുള്ള ഭക്തി എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത് എന്നെ കുറഞ്ഞ കത്തോലിക്കനാക്കുന്നുണ്ടോ? ഞാൻ അവളോട് സ്നേഹപൂർവ്വം പറഞ്ഞു, വിശ്വാസം ഒരു യാത്രയാണ്. എല്ലാവരും ആദ്യമേ മറിയത്തെ മനസ്സിലാക്കണമെന്നില്ല. പ്രധാനം യേശുവിനോട് അടുത്തു നിൽക്കുകയും സഭയുടെ കുടുംബത്തിൽ തുടരുകയും ചെയ്യുക എന്നതാണ്. കാലക്രമേണ ഗ്രഹണം ആഴമാകും. സ്നേഹം സാവധാനം വളരും. ചിലർ പഠനങ്ങളിൽ ബുദ്ധിമുട്ട് നേരിടുമ്പോൾ സഭ വിട്ടുപോകും. അവർ ഏകരായി വിശ്വാസയാത്ര ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷേ യേശു നമ്മെ ഏകരായി വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. ക്രിസ്തീയ ജീവിതം പരസ്പരം താങ്ങി നിർത്തുന്നൊരു യാത്രയാണ്. മറിയം കർക്കശമായ മാതാവല്ല, അവൾ ക്ഷമയുള്ളവളും സൗമ്യയുമാണ്. അവൾ ഭക്തി നിർബന്ധിക്കുന്നില്ല. ക്രൂശിനടുത്ത് നിന്ന്, സഭയോടൊപ്പം നിന്ന്, മക്കൾ തയ്യാറാകുമ്പോൾ യേശുവിന്റെ അടുത്തേക്ക് സ്നേഹപൂർവ്വം നയിക്കുക മാത്രം ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇന്നത്തെ ഈ ഉത്സവം വളരെ സുന്ദരമായത്. സഭ ഒരു വീട് പോലെ തോന്നണം, വളരാനും പാട്ടുപാടാനും സുഖപ്പെടാനും സ്വന്തമായി തോന്നാനും ഉള്ള ഒരു സ്ഥലം. അതിനാൽ ഇന്ന് യേശുവിന്റെ വാക്കുകൾ വീണ്ടും കേൾക്കുക. ഇതാ നിന്റെ മാതാവ്. യോഹന്നാൻ ചെയ്തതുപോലെ മറിയത്തെ നമ്മുടെ ഹൃദയത്തിന്റെ വീട്ടിലേക്ക് സ്വീകരിക്കാം. സഭയുടെ കുടുംബത്തിൽ ഉറച്ചു നിൽക്കാം. യഥാർത്ഥ സഹോദരീ സഹോദരന്മാരായി ഒരുവരെയൊരുവർ പരിചരിക്കാം. അവസാനം യേശുവിന്റെ അവസാന സമ്മാനം ലൗകിക സുരക്ഷയല്ല, അത് സ്വന്തമെന്ന ബോധ്യമാണ്. ദൈവത്തിൻ്റെതായി, സഭയുടേതായി, സ്വർഗത്തിലേക്ക് ഒരുമിച്ച് നടക്കുന്ന കുടുംബത്തിൻ്റെതായി. പരിശുദ്ധ മറിയം, സഭയുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ.